CM വിത്ത് മീ പരിപാടിയുടെ പോരായ്മകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഉത്തരവിറക്കി. സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി. വർക്കിംഗ് അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിൽ 24 പേർക്ക് പുതിയ നിയമനം നൽകി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം, പറയൂ. SKN തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സർക്കാരിന്റെ നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നുള്ള ജനസമ്പർക്ക പരിപാടി. വെള്ളയമ്പലം ആസ്ഥാനമായാണ് ഈ സിറ്റിസൺ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ അതിന് പിന്നാലെ ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഈ പരാതി പറയാൻ വിളിക്കുമ്പോൾ പലപ്പോഴും ഫോൺ എടുക്കുന്നില്ല, ഈ ഫോൺ കണക്റ്റ് ആകുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ അത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം 24 പേർക്കാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. വർക്കിംഗ് അറേഞ്ച്മെന്റ് അടിസ്ഥാനത്തിൽ പുതിയ നിയമനം നൽകിയിരിക്കുന്നു എന്നതാണ് സർക്കാർ ഉത്തരവിൽ അറിയിച്ചിരിക്കുന്ന കാര്യം. ഉദ്യോഗസ്ഥർ പുതിയ ചുമതലയിൽ എത്രയും വേഗം പ്രവേശിക്കണമെന്ന കൂടി നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ട്. ഈ പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം ഈ CM വിത്ത് മീ എന്ന പരിപാടിയെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. ഈ പരമാവധി ആളുകളെ നേരിട്ട് കേൾക്കുകയും അവരുടെ പരാതികൾ കേട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇടത് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും അതിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.